Good afternoon, children. I hope all of you are fine. Today we shall start our maths class. Our lesson is multiplication. Multiplication we says into. 3 plus 3 is equal to 6. Plus 3 is equal to 9. 3 plus 3 plus 3 is equal to 9. In addition. Then in multiplication, 3 plus 3 plus 3 is equal to how many times 3? Then 3 times. So, this is 3 into 3 is equal to 9. In addition, 3 plus 3 plus 3 is equal to 9. In multiplication, 3 into 3 is equal to 9. In multiplication, this is into. Okay. Do you study well the multiplication table? പഠിച്ചില്ലേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് അറിയില്ലേ? അതറിയണം നമുക്ക്. മൾട്ടിപ്ലിക്കേഷൻ മീൻസ് ഗുണനം. ഓക്കെ. സബ്ട്രാക്ഷൻ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. 4 എണ്ണം അല്ലേ? ഇതറിയണമെങ്കിൽ എന്തിരിക്കണം? ശരിക്കും അഡീഷനും സബ്ട്രാക്ഷനും തമ്മിൽ ബന്ധമുണ്ട് അല്ലേ? അഡീഷനിൽ കൂട്ടി വരുന്നു അല്ലേ? കൂടി വരുന്നു. ഇതിലതിൻ്റെ ഇരട്ടിയാണ് അല്ലേ? 3 plus 3 plus 3 is equal to 9 എന്നുള്ളത് 3 into 3 9 അല്ലേ? 9ൽ 3 എത്ര തവണ പോകുന്നു എന്നുള്ളതാണ് ഡിവിഷനിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ 4 ഈ ചതുഷ്ക്രിയകൾ തമ്മിൽ നല്ല ബന്ധമാണ്. അഡീഷൻ ടേബിൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, സബ്ട്രാക്ട് ചെയ്യാനും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? പിന്നെ പ്ലേസ് ഓഫ് ദി വാല്യൂ ഒക്കെ നിങ്ങൾ പഠിച്ചതല്ലേ അല്ലേ? മൾട്ടിപ്ലിക്കേഷനിൽ ശരിക്കും അതിൻ്റെ സ്ഥാനം നോക്കി എഴുതാനും അറിയണം. ഓക്കെ, സ്റ്റാർട്ട്. ദെൻ എ സിമ്പിൾ മാത്സ്, സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ. 27 into 3. 27 into 3. Which number? Then 81. അപ്പോൾ മാത്സ് ഈസ് എ മാജിക്കാണ്. നല്ലൊരു മാജിക്കാണ് മാത്സ്. ഇവിടെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും രസകരമാണ്, ബോറടിക്കുകയില്ല. അതുകൊണ്ടാണ് അക്കങ്ങൾ തമ്മിലുള്ള കളിയാണ് അല്ലേ? ഇങ്ങനെ ഓരോന്നിൻ്റെയും പ്ലേസ് വാല്യൂ അറിഞ്ഞിരിക്കണം, സ്ഥാനങ്ങൾ അറിഞ്ഞിരിക്കണം. മാത്സ് ഫാമിലിയിൽ അങ്ങനെ ഓരോ സ്ഥാനം അല്ലേ? 1s, 10s, 100, then 1000, 10,000, then lakh, 10 lakhs, then crore, 10 crores. അങ്ങനെയാണ് ഇതിൻ്റെ സ്ഥാനങ്ങൾ പോകുന്നത്. നമ്മുടെ ഫാമിലി പോലെ തന്നെ അല്ലേ? ഫാദർ മുതലേ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഫാദർ, മദർ, എൽഡർ ചൈൽഡ്, യങ്ങർ ചൈൽഡ്, അങ്ങനെയില്ലേ? അതേപോലെ. അപ്പോൾ മാത്സ് ഫാമിലിയിലെ ഏറ്റവും യങ്ങസ്റ്റ് ആരാണ്? 1s ആണ്. റൈറ്റ് സൈഡ് 1സിൽ നിന്നാണ് നമ്മൾ സ്ഥാനങ്ങൾ തുടങ്ങുക. 1s, 10s, 100, ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലും പ്രൈസ് വാല്യൂ പഠിക്കാനുണ്ട്, സ്ഥാനങ്ങൾ നോക്കണം. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റിൽ 2 നമ്പറാണ്, 1 നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ 27 ഈസ് ദി നമ്പർ. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഏതുകൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 27 into 3 മൾട്ടിപ്ലൈ ചെയ്തോളൂ. എത്ര കിട്ടുകയെന്ന്? 27 into 3 is equal to 81 അല്ലേ? 27 into 3 is equal to 81. 27 into 30 is equal to 810. 27 into 300 is equal to 8100. 270 into 3 is equal to 810.
Which is the same number? This is the same number. Isn't it? അല്ലേ, സെയിം നമ്പറാണ്. ഇവിടെ എന്ത് വ്യത്യാസം? ഡിഫറൻസ് 27 270 എന്ന് മാത്രം. There is 30, here is only 3. അപ്പോൾ 30-ൽ 0 270-ലേക്ക് വന്നു എന്ന് മാത്രം അല്ലേ. ഇങ്ങനെ രണ്ടായാലും ദി സെയിം ആൻസർ. Then 27 into 381. 27 into 30 ഒരു 0, add a 0, then the ആൻസറിലും ഒരു 0 കൂടി കണ്ടില്ലേ. ഓക്കെ, ദെൻ 30 300 അല്ലേ. 300 ഇപ്പോൾ 0 ഇല്ല, ഇവിടെ 1 0 ആഡ് ചെയ്തു, ഇവിടെ 2 0 ആഡ് ചെയ്തു. അപ്പോൾ ദി ആൻസർ ഈസ് 20 പ്ലസ് 20 അല്ലേ. 81 810 8100. അതുകൊണ്ട് സംഖ്യയിൽ 0യുടെ എണ്ണം കൂടുന്തോറും ആൻസറിലും അതേപോലെ 0യുടെ എണ്ണം കൂടുന്നുണ്ട് അല്ലേ. This two answer is same, equal. Okay. Next one now. 16 into 5. Then 80. Then 16 into 50. 800. 16 into 500. 8000. Then 170 into 5 is equal to 800. Here is same answer. 55. 16 160. 0 ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു. The answer is same. Then 16 into 5 80. 50 1 0, add 1 0, then the answer is add 1 0. Then add 2 0, the answer is add 2 0. 8000. 500. Okay, this is the same answer. Okay, next one. 23 into 4 92 അല്ലേ. 23 into 40 0 ആഡ് ചെയ്ത് ഇവിടെയും 0, add 0. Then 23 in 400 add 2 0, 1 0 2 0. This is the same answer. 23 230 ആയി, 44 ആയി, 0 ഇവിടേക്ക് ആയി. അപ്പോൾ സെയിം ആൻസർ. This the 1 0, add 1 0, answer is 1, add 1 0, the 2 0, then 2 0, ആൻസറിലും 2 0. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കണക്കിൻ്റെ കളികൾ. അപ്പോൾ അത് രസകരമാണ്. ഇപ്പോൾ 1 0 ഉണ്ടല്ലോ, ഇപ്പോൾ 10 ഉണ്ടാകുമ്പോൾ 1 0 ആഡ് ചെയ്യും. 100 ഉണ്ടെങ്കിൽ 2 0 ആഡ് ചെയ്യും. 100-ൽ എത്ര, 10-ൽ എത്ര 0 ഉണ്ട്? 1 0. അപ്പോൾ ആൻസറിലും 1 0 കൊടുക്കും. Then 100 into 100. A number into 100 ആകുമ്പോൾ ആൻസറിൽ 100-ൽ എത്ര 0 ഉണ്ട്? 2 0. 2 0 കൂടും. Then 1 number into 1000. 1000-ൽ എത്ര 0 ഉണ്ട്? 1s 10s 100 1000 അല്ലേ. Then 3 0 and 1 അല്ലേ. 1 and 3 0 1000. അപ്പോൾ ആൻസറിലും 3 0 ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കളികളൊക്കെ ഉണ്ട്. അതാണ് കണക്കിലെ കളികൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ആ മൾട്ടിപ്ലിക്കേഷൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓർഡർ ഇൻ മൾട്ടിപ്ലിക്കേഷൻ ഓർ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് ഏത് സംഖ്യ, 2 സംഖ്യകളുണ്ടെങ്കിൽ ആ 2 സംഖ്യ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ മാറാതെ ചേഞ്ച് ചെയ്യുകയാണെങ്കിലും ആൻസർ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ അങ്ങനെ പഠിച്ചിട്ട് നമുക്ക് നോക്കാം. 6 into 7 is equal to how many? 6 into 7 is equal to this 42. Then 7 into 6 is equal to how many? The same answer 42 അല്ലേ. അപ്പോൾ എന്താണ് അതിനകത്ത് നോക്കാം, നോക്കിയിട്ട് വാ. 6 into 7 is equal to 42. Then 7 into 6, 7 ഇങ്ങോട്ട് മാറിയെന്ന് മാത്രം. 6 into 7 is equal to 42. 7 into 6 is equal to 42. What happened? The number is change each other. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് മാത്രമല്ല, പക്ഷേ so the answer is same. Okay, the product of two numbers remains the same even when the order of multiplication is changed. അല്ലേ, ഇത് മാത്രം ചേഞ്ച് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. Then 12 into 6 is equal to 72. 6 change ചെയ്തു. 6 into 12 is equal to 72.
The same answer. Okay. The next is 15 into 7 is equal to 105. 7 into 15 is equal to 105. The answer is same. The number is changed. The answer is same. Okay. Next, grouping in multiplication. Grouping in multiplication. Associative property. The product of three numbers remains the same even when the group is changed. ഗ്രൂപ്പ് അങ്ങോട്ട് ചേഞ്ച് ചെയ്താലും നമ്പർ മാറുന്നില്ല. അതുകൊണ്ട് ആൻസറും എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. നോക്കാം. 3 ഇൻറ്റു ബ്രാക്കറ്റിൽ 5 ഇൻറ്റു 4. അപ്പോൾ 3 ബ്രാക്കറ്റ് പുറത്താണ്. 5 ഇൻറ്റു 4 ഇസ് ഇക്വൽ ടു 20. 3 ഇൻറ്റു 20 ഇസ് ഇക്വൽ ടു 60. ദെൻ 3 ഇനെ ബ്രാക്കറ്റിനുള്ളിലാക്കുന്നു. 3 ഇൻറ്റു 5 ഇൻറ്റു 4. 3 ഇൻറ്റു 5 ഇസ് ഇക്വൽ ടു 15. ഇൻറ്റു 4 ഇസ് ഇക്വൽ ടു 60. 3 20 60 15 4 60 അല്ലേ? നെക്സ്റ്റ് നോക്കാം. 6 ഇൻറ്റു 5 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 15. 15 ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു 90. Then 6 ഇൻറ്റു 5 ഇൻറ്റു 3. 6 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 30. 30 ഇൻറ്റു 3 90 അല്ലേ? ഇവിടെ 6 ഇൻറ്റു 5 ഇൻറ്റു 3 അല്ലേ? 6 ഇൻറ്റു 5 ഇൻറ്റു 3 എത്രയാണ്? 15. 6 ഇൻറ്റു 15 90. 6 ഇൻറ്റു 5 എത്രയാണ്? 30. 30 ഇൻറ്റു 3 എത്രയാണ്? 90. പിന്നെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ആൻസർ ഈസ് ദ സെയിം. ഓക്കെ. നെക്സ്റ്റ് പ്രത്യേകത നോക്കാം. മാത്സിൻ്റെ പ്രത്യേകത എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ബൈ 1. മൾട്ടിപ്ലിക്കേഷൻ ബൈ 1. 9 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 9. 7 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 17. 352 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 352. മനസ്സിലായോ? കണ്ടോ? എന്താണ്? 9 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 9. 9 ഇൻറ്റു 1 9 തന്നെ. ദെൻ 17 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 17. 17 ഇൻറ്റു 1 17 തന്നെ. 352 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 352. 352 ഇൻറ്റു 1 352 തന്നെ. അപ്പോൾ വാട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്? ഏത് സംഖ്യയുമായും 1 കൊണ്ട് ഗുണിച്ചാൽ അതേ സംഖ്യ തന്നെ കിട്ടുന്നു അല്ലേ? ഏത് സംഖ്യയോടും 1 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുന്നു? അതേ സംഖ്യ തന്നെ കിട്ടുന്നു. നെക്സ്റ്റ് അനദർ ഐറ്റം, മൾട്ടിപ്ലിക്കേഷൻ ബൈ 0. മൾട്ടിപ്ലിക്കേഷൻ ബൈ 0. 0 കൊണ്ടുള്ള ഗുണനം നോക്കൂ. 6 ഇൻറ്റു 0 is equal to 0. 25 ഇൻറ്റു 0 is equal to 0. 25 ഇൻറ്റു 0 is equal to 0. Then 152 ഇൻറ്റു 0 is equal to 0. 6 ഇൻറ്റു 0 സമം 0. 25 ഇൻറ്റു 0 സമം 0. 152 ഇൻറ്റു 0 സമം 0. വാട്ട് ഡു വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്? ഏത് സംഖ്യയുമായും 0 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 0 ദി ആൻസർ. ഏത് സംഖ്യയോടും 1 ഗുണിക്കുകയാണെങ്കിൽ സെയിം സംഖ്യ തന്നെ ആയിരിക്കും. ഏതിനോടും 1 ഗുണിക്കുകയാണെങ്കിൽ അതേ സംഖ്യ തന്നെ കിട്ടുന്നു. 0 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ 0 ആൻസർ കിട്ടുന്നു. ഓക്കെ, ദാറ്റ്സ് ദ പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകതയാണത്. ഓക്കെ, അപ്പോൾ അതാണ് കണക്കിൻ്റെ കളി അല്ലേ? പിന്നെ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്യാനുണ്ട്. അത് നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ട് അത് ചെയ്തിട്ട് എൻ്റെ ആൻസർ തരുമ്പോഴാണ് എന്താവുന്നത്? നിങ്ങൾക്ക് ടീച്ചേഴ്സ് കറക്ഷൻ തരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ഹോംവർക്ക്. ഫിൽ ദ ബ്ലാങ്ക്സ്. 7 ഇൻറ്റു 1 ഡാഷ് ഇൻറ്റു 5 is equal to 5 ഇൻറ്റു 64. ഇങ്ങനെ കുറച്ച് മാത്സാണ്. ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ടീച്ചേഴ്സിനെ കാണിക്കുമ്പോൾ ടീച്ചേഴ്സ് നിങ്ങൾക്ക് കറക്ഷൻ തരും. അപ്പോഴാണ് അത് തെറ്റെന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്തപോലെ നിങ്ങൾ പഠിക്കണം കേട്ടോ. പേജ് 79 ചെയ്ത് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ 1 ഡിജിറ്റ് നമ്പർ.
ഒരക്കമുള്ള സംഖ്യ, ഒരു അക്കമുള്ള സംഖ്യ കൊണ്ട് നമ്മൾ മറ്റുള്ള സംഖ്യയെ ഗുണിക്കുമ്പോൾ എങ്ങനെ കിട്ടുന്നു എന്നാണ് നോക്കേണ്ടത്. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ A1 1 നമ്പർ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 3 ഡിജിറ്റ് നമ്പർ ബൈ 1 ഡിജിറ്റ് നമ്പർ. 3 അക്ക സംഖ്യയെ ഒരക്ക സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണ്. എന്താണ് 375 ഇൻറ്റു 3, 375നെ 3 കൊണ്ട് നമ്മൾ ഗുണിക്കണം. 375 നമ്മൾ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 2-3 സ്റ്റെപ്പ് ഉണ്ട്. ഇതൊക്കെ സ്റ്റെപ്പ് എന്നറിയാമോ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ടെൻസും വൺസൊക്കെ ആയിട്ട് തരംതിരിക്കണം. പ്രൈസ് വാല്യൂ കാണണം. നമ്മൾ ആദ്യം തന്നെ എഴുതുക വൺസ് ആണല്ലേ. ഇത് നോക്കിയത് നമുക്കറിയാൻ പറ്റും എത്ര വൺസാണ്. 5 ones, 7 tens ആൻഡ് 300 അല്ലേ. ഇതിനെയാണ് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ എഴുതണം. ഇവിടെ നമുക്ക് ശരിക്കും 1s, 10s, 100 വരെ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1000ൻ്റെ വാല്യൂ അവിടെ കാണണം. 1s, 10s, 100 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാണ്? 1000. നെക്സ്റ്റ് ഏതാണ്? 10,000. അപ്പോൾ എന്തായാലും നിങ്ങൾ 10,000 വരെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കണ്ടുള്ള അക്കങ്ങൾ ഏതൊക്കെയാണ്? 1s, 10s, 100, 1000 ആൻഡ് 10,000. ഒറ്റ, 10, 100, 1000, 10,000. അപ്പോൾ ഇത്രയും സ്ഥാനം നിങ്ങളുടെ മനസ്സിൽ കാണണം കേട്ടോ. 1s, 10s, 100, 1000 ആൻഡ് 10,000. അപ്പോൾ നമ്മൾ 100 വരെ ഉള്ളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? 1000 ഒരു സ്ഥാനം അവിടെ ഇടണം. എന്താണ് കാരണം? അഥവാ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ അടുത്ത് നമുക്ക് 100ന് ശേഷം ഒരു സംഖ്യ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ചേർക്കുക 1000-നോടൊപ്പം ചേർക്കുക. ഇപ്പോൾ നമ്മൾ 1000 വെച്ചാൽ 1000 നമ്പേഴ്സ് വെച്ചിട്ടാണ് 1000 വരെ സ്ഥാനമുള്ള ഒരു നമ്പർ വെച്ചാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ 1000 വരെ നമുക്കുള്ള സംഖ്യ നമുക്ക് എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ബാക്കിയൊരു സംഖ്യ വരികയാണ് നമ്മൾ ഇതിലാണ് ചേർക്കുക 10,000-ലാണ് ചേർക്കുക. അപ്പോൾ 10,000 വരെ എന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം. ഈ ലെസണിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ 10,000 വരെ എന്തായാലും ഉണ്ടാവും എന്ന് ഊഹിക്കുക തന്നെ വേണം കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ കണ്ടുവേണം ചെയ്യാൻ. അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും 100 ആണല്ലേ. 300 ആണ്, 75 ആണ്, 375 ആണ്. പക്ഷെ നമ്മളെന്തായാലും 1000 സ്ഥാനം അവിടെ കാണണം. നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അങ്ങനെ എഴുതി വയ്ക്കാം. ഇതാ 1s, 10s, 100, 1000 അല്ലേ. ഇത്രയും വരെയായി. അപ്പോൾ 1സിന് 5, then 7 tens, then 300. ഇവിടെ 1000 ഇവിടെ വെറുതെ നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് ചെയ്യുമ്പോഴാണ് വരിക കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? അത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതിലിപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ 1000 അവിടെ നിൽക്കുന്നു. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. എന്താണ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഓരോ സ്റ്റെപ്പാണ് കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വൺസിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ എഴുതി. ഇവിടെ 3 × 5 എത്രയാണ് കിട്ടുന്നത്? 3 × 5 15 ആണ് അല്ലേ. 15 ones ആണ് കിട്ടുക കേട്ടോ. 15 ones ആണ്. 15 ones എന്ന് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? വൺസിൻ്റെ സ്ഥാനത്ത് 5ഉം 10ൻ്റെ സ്ഥാനത്ത് 1, ഒരു 10ഉം അല്ലേ, 5 ones ആണ്. അപ്പോൾ നമ്മൾ വൺസിൻ്റെ സ്ഥാനത്ത് 5 എന്ന് എഴുതണം. എന്നിട്ട് ഈ 10സിൻ്റെ സ്ഥാനത്തിൽ 1 ഇല്ലേ, ഈ 1 ഈ 10ൻ്റെ ഇവിടേക്ക് എഴുതി കൊടുക്കുക കേട്ടോ. 10ൻ്റെ ചോട് എന്ത് ചെയ്യണം? 1 എഴുതുക. ഓക്കെ. അപ്പോൾ 5 × 3, 3 × 5 15, 15 5 എഴുതി 1 ടെൻസിൻ്റെ സ്ഥാനത്തേക്ക് എഴുതി. ഓക്കെ. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. എന്താണ് നെക്സ്റ്റ് എഴുതുമ്പോൾ എന്ത് ചെയ്തു? ഇനി അടുത്ത് നെക്സ്റ്റ് ചെയ്തിന്. അപ്പോൾ 5 കൊണ്ട് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? 7ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 7 എത്രയാണ് വരുന്നത്? 3 × 7 21 അല്ലേ വലിയ. 3 × 7 21 ആണ് അല്ലേ. 21 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അതൊരു ഈ 15th ഒരു 1 ബാലൻസ് ഇല്ലേ, അതും അവിടെ. അപ്പോൾ 21 പ്ലസ് എത്രയുണ്ട്? 1. അപ്പോൾ 22 സ്ഥാനം ടെൻസാണ്. അപ്പോൾ 22 ടെൻസാണ് അല്ലേ. 22 ടെൻസാണ് കിട്ടുക. 22 ടെൻസ് എന്ത് ചെയ്യണം? 2 എഴുതണം. ബാക്കി ആ 2 നമ്മൾ എന്ത് ചെയ്യണം? 100ൻ്റെ അവിടേക്ക് എഴുതി കൊടുക്കണം ബാലൻസ്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്പോൾ നമ്മൾ 5നെ മൾട്ടിപ്ലൈ ചെയ്തു 7. ഇനി ഇവിടെ 3 ബാലൻസ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ 3 × 3 എത്ര കിട്ടുക? 9. 9 മാത്രം മതിയോ? ഇവിടെ 2 ഇല്ലേ, അതും ആഡ് ചെയ്യണം. അപ്പോൾ 9 + 2 = എത്ര കിട്ടുക? 11. 11 ഏതാ സ്ഥാനം? 100 അല്ലേ. അപ്പോൾ 1100 ആണ് കിട്ടുക. 1100നെ 100ൻ്റെ ചോട്ടിൽ 1 എഴുതി. നെക്സ്റ്റ് നമ്മൾ സ്ഥാനം കാണുമ്പോൾ ഏതാ പ്രൈസ് വാല്യൂ? 1000 ഇല്ലേ. അപ്പോൾ ഈ 1000ൻ്റെ ചോട്ടിലേക്ക് ഒരു 1 ചേർത്തു. അപ്പോൾ ഇങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? എത്രയാണ് ആൻസർ കിട്ടിയെന്ന് നോക്കൂ. എത്രയാണ്? 1125 അല്ലേ. 1125
125. അപ്പോൾ 372 ഇൻറ്റു 3 എത്രയാണ് കിട്ടുക? 1125 അല്ലേ? അപ്പോൾ ഇങ്ങനെയാണിത്. അങ്ങനെ 5 ഇൻറ്റു 5 3 ഇൻറ്റു 5 15, 15 ഇൻറ്റു 5 ദെൻ ബാലൻസ് 1, 3 ഇൻറ്റു 7 ഇൻറ്റു 21 പ്ലസ് 1 ഈസ് ഇക്വൽ ടു 22, ദെൻ ബാലൻസ് ഇസ് 2, ദെൻ 3 ഇൻറ്റു 3 9 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 11, 11 111 ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ആൻസർ നമുക്ക് കിട്ടി കേട്ടോ. അങ്ങനെയാണ് കണ്ടെത്തുക. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ഈസ് 582 ഇൻറ്റു 6. നെക്സ്റ്റ് എന്താണ്? 582 ഇൻറ്റു 6 കണ്ടില്ലേ? 582 ഇൻറ്റു 6 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ടെൻസും വൺസും കാണണം അല്ലേ? അപ്പോൾ എത്രയാണ് കിട്ടുക? ഇവിടെ 2 ones, 8 tens, 500 അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1000 സ്ഥാനം നമ്മൾ കാണണമല്ലോ, 1000 സ്ഥാനം നമ്മൾ കാണണം. ഇനി എന്ത് ചെയ്യണം? അതേപോലെ തന്നെ ഇങ്ങോട്ട് സ്റ്റെപ്പ് വൈസിൽ കാണാനായിട്ട് ഇങ്ങോട്ട് എഴുതണം അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? ഓക്കെ, എന്താണ്? 2 ഇൻറ്റു 6 അല്ലേ? 2 ഇൻറ്റു 6 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര? 12 അല്ലേ? 12 വൺസ് ആണ് അല്ലേ? 12 വൺസ്. 12ന് 2 ഇവിടെ എഴുതി. 1 എന്ത് ചെയ്യണോ? ടെൻസിൻ്റെ സ്ഥാനത്തേക്ക് 1 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 6ഉമായിട്ട് 8നെ അല്ലേ? 6ഉമായിട്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താണ്? 6 ഇൻറ്റു 8 എത്ര കിട്ടുക? 6 ഇൻറ്റു 8 ഇവിടെ അല്ലേ? 6 ഇൻറ്റു ഇവിടെ കാണാം. 6 ഇൻറ്റു 8 എത്ര കിട്ടുക? 48 അല്ലേ? 48ൻ്റെ അപ്പോൾ ഈ 1 ചേർക്കണ്ടേ? ഈ 1 ചേർക്കണമല്ലേ? ഈ 1 ചേർക്കണം. അപ്പോൾ 48 പ്ലസ് 1 ഈസ് ഇക്വൽ ടു എത്ര? 49 ടെൻസ് ആണ് കിട്ടുക അല്ലേ? 49 ടെൻസ് കിട്ടും. 49 ടെൻസിന് എന്ത് ചെയ്യണം? ഇവിടെ 9 എന്ന് എഴുതണം. എന്നിട്ട് ഈ 4 എന്ത് ചെയ്യണം? 100ൻ്റെ അവിടേക്ക് ചേർക്കണം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്താണ്? 2ഉം 6ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ 2 കിട്ടി. ദെൻ 1 ഇവിടെ ടെൻസിനോടൊപ്പം ചേർന്നു. ദെൻ 6 and 8 ഈസ് ഇക്വൽ ടു 48 പ്ലസ് 1 ഈസ് ഇക്വൽ ടു 49. ദെൻ 4 ഈസ് ഇവിടേക്ക് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? 6 ഇൻറ്റു 5 ഇല്ലേ? 6 ഇൻറ്റു 5 എത്ര കിട്ടുക? 30. അപ്പോൾ ഈ 4 ചേർക്കണ്ടേ? അപ്പോൾ 30 പ്ലസ് 4 ഈസ് ഇക്വൽ ടു 3400 അല്ലേ? 3400. അപ്പോൾ 3400ന് 100ൻ്റെ ചോട്ടിൽ 4 ഇട്ടു. പിന്നെ 1000ൻ്റെ ഇവിടേക്ക് 3 ചേർത്തു അല്ലേ? അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടിയത്? ആൻസർ എത്ര കിട്ടിയത്? 3492 അല്ലേ? 3492. ഇവിടെ അങ്ങനെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ ചെയ്തിരിക്കുന്നു അല്ലേ? ഗുണിച്ചിട്ട് അപ്പോൾ ഉത്തരം കിട്ടിയേക്കുന്നത് എത്രയാണ്? 3492 എന്ന് ആൻസർ കിട്ടി. എന്താ കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് വേണം നമ്മൾ കണ്ടെത്താൻ. നിങ്ങൾക്ക് സ്റ്റെപ്പായിട്ട് ആദ്യം കണ്ട് പിന്നെ നിങ്ങൾക്ക് നല്ല എളുപ്പമാവും. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ? എങ്ങനെയാണ് ഒന്നുകൂടി നോക്കാം. 6 ഇൻറ്റു 2 12 2 and the 1 is add here. Then 6 into 8 is equal 48 1 plus equal to 49. Then 9 right here. Then 4 is add here. Then 6 into 5 is equal to 30 and 4 is equal to 34. കണ്ടോ? 4 100 ചോട്ടും 6 2 12 12 2 ബാക്കി 1 8 6 48 1 49 ബാക്കി 4 5 6 30 4 34 4 ബാക്കി ഇവിടെ 3. അപ്പോൾ എങ്ങനെ കിട്ടി? 3492. കണ്ടില്ലേ ആൻസർ? ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും കണ്ടെത്തേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഉണ്ട് ഉദാഹരണം. എന്താണ്? 275/8. 275നെ നമ്മൾ 8 കൊണ്ട് ഗുണിക്കണം. കേട്ടോ? 275നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതേപോലെ വരുന്ന എന്താണ്? 8 ones ഉണ്ടല്ലേ? 8 ones, പിന്നെ 7 tens, പിന്നെ എന്താണ്? 200 അല്ലേ? 5
വൺസ് ആണ്, 7 ടെൻസ് ആണ്, 200 ആണ് അല്ലേ. പക്ഷെ നമ്മളിവിടെ ഒരു 1000 കാണണം. മൾട്ടിപ്ലൈ ചെയ്ത് ബാക്കി വന്നാലല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1000 ഇവിടെ കാണണം. എന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് വൈസിൽ ഇവിടെ ആൻസർ കാണണം. മനസ്സിലായോ? സ്റ്റെപ്പ് വൈസിൽ കാണണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ വൺസ് കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ എന്താണ്? 8 × 5 = 40. 40 വൺസ് അല്ലേ വരിക? 40 വൺസ് ആണ് അല്ലേ. 40 വൺസ് നമ്മൾ എന്ത് ചെയ്യണം? 8 × 40 അല്ലേ. പിന്നെ വൺസ് ആണ്. അപ്പോൾ ഇവിടെ 0 ഇട്ടു. ബാലൻസ് എന്ത് ചെയ്തു? ഇവിടെ 4 ചേർത്തു അല്ലേ. 4 ചേർത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ടെൻസിനിട്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ 8 × 7 അല്ലേ. 8 × 7 എത്രയാണ്? 8 7 56 അല്ലേ. 8 7 56 അല്ലേ. 56 പ്ലസ് 4. ഈ 4 ഇവിടെ കൂട്ടണം. 56 പ്ലസ് 4 = 60 ടെൻസ് ആണ് വരില്ലേ. 60 ടെൻസ് കിട്ടുന്നു. അതിനിവിടെ 0 ചേരുന്നു. ബാക്കി ഇവിടെ 6 എഴുതുന്നു. ഇനി തേർഡ് എന്താണ്? 8 × 2 അല്ലേ. 8 × 2 എത്ര വരിക? 8 × 2 എത്രയാണ് വരിക? 16 പ്ലസ് 6 ഇവിടെ 6 ചേർക്കണ്ടേ. 6 അപ്പോൾ 22 100 ആണ് വരിക അല്ലേ. 22 100 ആണ്. അപ്പോൾ ഇവിടെ 100ൻ്റെ ചോട്ടിൽ 2 എഴുതി, 1000ൻ്റെ ചോട്ടിലേക്കും 2 എഴുതി. ഓക്കെ. അപ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? 2200 കണ്ടോ. 2200 ആൻസർ കിട്ടി. അപ്പോൾ ഒന്നുകൂടി നമുക്ക് മലയാളത്തിൽ പറയാം. എങ്ങനെയാണ്? 8 × 5 40 അല്ലേ. 8 × 5 40. 40ന് 0 ആൻഡ് 4 ഇവിടെ എഴുതി. 8 7 56. 56 4 60. 60ന് 0 ഇവിടെ എഴുതി. 6 ഇവിടെ ബാലൻസ്. 8 2 16. 16 മാറും 22. 22ന് 2 100ൻ്റെ ചോട്ടിൽ എഴുതി. 2 1000ൻ്റെ ചോട്ടിലേക്ക് വേണം. അപ്പോൾ എങ്ങനെയാണ്? 2200 2200 എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ 275 × 8 2200 എന്ന് ആൻസർ. മനസ്സിലായോ? ഇന്ന് സ്റ്റെപ്പ് വൈസിൽ കാണുന്നതാണ്. ശരിക്കും ശ്രദ്ധിക്കും. ഓക്കെ. എളുപ്പമായില്ലേ? യെസ്. നെക്സ്റ്റ് ഇനി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 4 ഡിജിറ്റ് നമ്പർ ബൈ 1 ഡിജിറ്റ് നമ്പർ. 4 അക്കങ്ങളുള്ള സംഖ്യ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരക്കമുള്ള സംഖ്യ കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു. അപ്പോൾ ഏതാ സംഖ്യ? ഏതാ നോക്കാം. ഏത് സംഖ്യയാണ്? ദിസ് ഈസ് ഏതാണ്? 2738. 2738 × 5 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? വൺസും ടെൻസൊക്കെ കാണണം അല്ലേ. വൺസും ടെൻസും കാണണം. അപ്പോൾ എങ്ങനെയാണ്? 8 വൺസാണ്, പിന്നെ 3 ടെൻസാണ്, 700 ആണ്, 2000 ആണ്. അപ്പോൾ 2000 നമ്മളിവിടെ എന്തുകൊണ്ട് ചെയ്യണം? 10,000ൻ്റെ സാധനം കൂടി ഇവിടെ കാണണം കേട്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ചിലപ്പം കൂടുതൽ സംഖ്യ വന്നിവിടെ എഴുതണ്ടേ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലുള്ളത്. എത്രയാണ്? 2000 700 3 10s and 8 1s × 5. ഇവിടെ നമ്മൾ ഒരു 10,000ൻ്റെ സാധനം കൂടി കാണാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഗുണിക്കേണ്ടത്? ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? 8 × 5 ആണ് ആദ്യം അല്ലേ. 8 × 5 എത്ര കിട്ടുക? 48 × 5 40. 40 വൺസ് ആണല്ലേ. 40 വൺസ് ആണ്. 40 വൺസ് ആണ്. 40 വൺസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? 0 ഇടും അല്ലേ. 40 അല്ലേ. 40ന് 0 ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ 4 എഴുതി അല്ലേ. 0 ഇട്ട് 4 എഴുതി. ഇതിൽ 40ൽ എന്താണ്? 4 ടെൻസും 0 1 ആണല്ലേ. അപ്പോൾ അതിന് 0 ഇട്ട് 4ലേക്ക് 10ൻ്റെ അവിടേക്ക് 4 എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? 5 × 3 അല്ലേ. 5 × 3 എത്ര വരുന്നത്? 15 അല്ലേ. 15 + 4 വേണ്ടേ. 5 × 3 15 ആണ്. 15 + 4 അല്ലേ. അപ്പോൾ 19 ടെൻസാണ് വരിക അല്ലേ. 19 വരും. 19 നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 9 എഴുതിയിട്ട് 1 ഇവിടേക്ക് ആഡ് ചെയ്യണം അല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഏതാണ്? 100 ആണ് ഗുണിക്കേണ്ടത് അല്ലേ. 5 × 7. 7 × 5 എത്ര കിട്ടുക? 35. 35 + 1 ഇവിടെ 1 ഇല്ല. 1 ആഡ് ചെയ്യണം കേട്ടോ. 35 + 1 = എത്ര? 100. 36 100 കിട്ടും അല്ലേ. 36 100 കിട്ടും. അതിന് 36 എന്ത് ചെയ്യും? 6 ഇവിടെ എഴുതുന്നു. പിന്നെ 3000ൻ്റെ അവിടേക്ക് എഴുതുന്നു. കണ്ടില്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എന്താണ്? 5 × 2 അല്ലേ. 5 × 2 എത്ര കിട്ടുക?
ടെൻ പ്ലസ് 3 കൂട്ടണം. ഇവിടെ 10 + 3 കൂട്ടണ്ടേ? 10 + 3 പറഞ്ഞാൽ 13,000 ആണ് അല്ലേ? അപ്പോൾ 110ഉം 3,000ഉം ആണ് വരിക അല്ലേ? 13,000 ആണ്. 13,000 ഇതാ 1000 ചുവട്ടിൽ 3 എഴുതി, 10,000 ഇവിടേക്ക് 1 എഴുതി. അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടിയത്? എത്രയാണ് ആൻസർ കിട്ടിയത്? 13,690. അപ്പോൾ അങ്ങനെയാണ് 2738 × 5 എത്ര കിട്ടുന്നത്? 13,690. ഇതെങ്ങനെ കിട്ടി ഒന്നുകൂടി നോക്കാം. ഇനി മലയാളത്തിൽ പറഞ്ഞുതരാം. 8 5 40, 40ന് 0 ബാക്കി 4, 5 3 15, 15 4 19, 19ന് 9 ബാക്കി 1 ഇവിടേക്ക് എഴുതി. 7 5 35, 35 1 36, 36ന് 6 എഴുതി. 3 ഇവിടെ 1000 അവിടേക്ക് എഴുതി. 2 5 10, 10 3 13ന് 3,000 ചുവട്ടിലും 1 10,000 ചുവട്ടിലേക്കും എഴുതി അല്ലേ? അപ്പോൾ അങ്ങനെ ആൻസർ എന്ത് ചെയ്തു? 13,690 കിട്ടി. 13,690 കണ്ട. അപ്പോൾ വെരി സിമ്പിളാണല്ലേ? അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ചെയ്ത് തന്നെ മനസ്സിലാക്കണം. അതിൻ്റെ സ്റ്റെപ്പുകൾ ചെയ്ത് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നന്നായിട്ട് നോക്കാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. മൾട്ടിപ്ലൈ 4,259 by 4. 4,259നെ നിങ്ങൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. ചെയ്യേണ്ടത് ആദ്യം നമ്മളതിൻ്റെ സ്ഥാനങ്ങൾ കാണണം. എത്രയാണ്? 9 ones, 5 tens അല്ലേ? 200, 4,000 × 4. മനസ്സിലാക്കുക. ഇവിടെ 10,000 കൂടിയുള്ള സ്ഥാനം കാണും. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഗുണിച്ച് വരുമ്പോൾ എന്തായിരിക്കും? മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ സ്ഥാനം കൂടും. അപ്പോൾ നമ്മൾ ആദ്യം ഏതിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? വൺസിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ എത്രയാണ്? 4 × 9. 4 × 9 എത്ര കിട്ടുക? 36 അല്ലേ? 36 1നെ നമ്മൾ എന്ത് ചെയ്യണം? 6 എഴുതുന്നു. 3 എന്ത് ചെയ്യണം? ടെൻസിൻ്റെ അവിടേക്ക് കൊടുക്കണം. 36 വൺസിൽ 6 1ഉം 3 10ഉം ആണ് വരിക അല്ലേ? അപ്പോൾ അതുകൊണ്ട് 6 1ൻ്റെ അവിടെ ആയിട്ട് 3 ടെൻസിന് കൊടുക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ്? 10ഉമായി ഗുണിക്കണം അല്ലേ? 4 × 5. 4 × 5 എത്ര വരുന്നത്? 20 അല്ലേ? 20യുടെ ഒപ്പം എന്ത് ചെയ്യണം? 20യുടെ ഒപ്പം എന്ത് ചെയ്യണം? ഈ 3 ആഡ് ചെയ്യണം. അപ്പോൾ 20 + 3 = എത്ര വരിക? 23. 23 ടെൻസാണ് വരിക അല്ലേ? അപ്പോൾ അതുകൊണ്ട് 3 എഴുതിയിട്ട് ബാക്കി 200ൻ്റെ അവിടേക്ക് എഴുതണം. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് എന്താണ്? ഇനി 100 ഗുണിക്കേണ്ടത് അല്ലേ? 4 × 2 2 ഗുണിക്കണം. 4 × 2 എത്ര വരിക? 8 അല്ലേ? 8നോടൊപ്പം ഇവിടെ എത്ര ഉണ്ട്? 8നോടൊപ്പം ഇവിടെ എത്ര ചേർക്കാനുണ്ട്? 8നോടൊപ്പം 2 ചേർക്കാനില്ലേ അല്ലേ? അപ്പോൾ 4 × 8 എത്ര വരും? 4 × 2 എത്ര വരുന്നത്? 8 അല്ലേ? 8നോടൊപ്പം 2 ചേർക്കണം അല്ലേ? 4 × 2 8 8 + 2 = 10 അല്ലേ? 10 ഹൺഡ്രഡ്സാണ് വരുന്നത് അല്ലേ? അപ്പോൾ നീളം 0 ചേർക്കണം. 10ൻ്റെ 0 ചേർത്ത് 1,000 അവിടേക്ക് എഴുതി. വീണ്ടും എന്ത് ചെയ്യണം? 1000ഉമായിട്ട് ഗുണിക്കണ്ടേ അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ തന്നെ 4 × 4 അല്ലേ? 4 × 4 1000 അല്ലേ? 4 × 4 എത്ര വരുന്നത്? 16 മാത്രം മതിയോ? ഇവിടെ 1 ബാലൻസ് നിൽക്കുന്നില്ലേ? അപ്പോൾ 16 + 1 = 17. 17,000 ആണല്ലേ? അപ്പോൾ 17,000ൽ 7,000 അവിടെ എഴുതി. 1 10,000 അവിടേക്കും എഴുതി അല്ലേ? അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടിയത്? ആൻസർ എത്രയാണ് കിട്ടുന്നത്? 17,036 കണ്ടോ? 17,036. അപ്പം ഇങ്ങനെയാണ് ആദ്യം നമ്മൾ അത്രയും ഓരോ സ്റ്റെപ്പ് അല്ലേ? ഇങ്ങനെയാണ് 4 × 9 വൺസിൻ്റെ. പിന്നെ 4 × 2 അല്ല, 4 × 5 4 × 2 അല്ല, 4 × 2 ടെൻസിൻ്റെ. 4 × 5 ടെൻസിൻ്റെ. 4 × 2 എത്രയാണ്? 100ൻ്റെ. 4 × 4 1000ൻ്റെ. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്സ് കാണേണ്ടത്. ഇപ്പോൾ ഉത്തരം കിട്ടുന്നുണ്ട്. എങ്ങനെ കിട്ടുന്നത് നമ്മളൊന്നും കൂടി നോക്കാം. ദെൻ 4 × 9 എത്ര? 36. 36ന് 6 ബാക്കി 3 കണ്ടോ? 4 5 20. 20 3 23. 23ന് 3.
ബാക്കി 2, 4 2 8, 8 2 10, 10 0 ബാക്കി 1, 4 × 4 16, 16 3 17, 17 7,000 ചോട്ടിലും 1 10,000 ചോട്ടിലും. അപ്പോൾ എത്ര കിട്ടി? ദെൻ എത്രയാണ്? 4,259 × 4 = 1736. ഓക്കെ, ഇത്ര കിട്ടിയത് കണ്ടോ? ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയണം അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണ സംഖ്യ ഒന്നും മറന്നു പോകരുത്. അങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ, another one. Multiply 2,639 by 8. 2,639 by 8 into 2639 into 8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കാണണം. എങ്ങനെയാണ്? എത്ര വൺസാണ്? 9 ones, 3 10, 600 and 2000 എന്ന് എഴുതി. അത് നമ്മൾ ഇങ്ങോട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം അല്ലേ? വളരെ എളുപ്പത്തിൽ. നേരത്തെ അത്രയും സ്റ്റെപ്പുകൾ കാണുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്നുകൂടി സിമ്പിളായിട്ട്. എങ്ങനെയാണ്? 8 × 9 എത്രയാണ്? 72 ones അല്ലേ? 72 ones. അതിന് 2 എഴുതി. ദെൻ 7 ബാലൻസ്. ദെൻ 8 × 3 24 കിട്ടുന്നു. 24 + 7 എത്ര കിട്ടുന്നത്? 31. 31 1 എഴുതി. ദെൻ 3 ബാലൻസ്. ദെൻ 8 × 6 48. 48 + 3 = 51. 100. 51 1 എഴുതി. Then 5 is balance. Then 8 × 2. 2 × 8 എത്രയാണ്? 16. 16 + ഈ 5 അപ്പോൾ എത്രയാണ്? 21. 21,000 ചോട്ടിൽ 1 എഴുതി. ഈ 2 10,000 ചോട്ടിലേക്കും എഴുതി. മനസ്സിലായോ? അപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? ആൻസർ ഈസ് 21,112 അല്ലേ? ഇതാണ് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ നീ മലയാളത്തിൽ പറയണോ? എന്താണ്? 8 9 72, 72 2 ബാക്കി 7, 3 8 24, 24 7 31, 1 ബാക്കി 3, പിന്നെ 2 8 × 6 അല്ലേ? 8 6 48, 48 3 51, 51 1 ബാക്കി 5 തവണ എഴുതിയേക്കണം. ദെൻ 8 × 2 അല്ലേ? 2 8, 2 8 16, 16 5 21, 21 1,000 ചോട്ടിൽ 1000 ചോട്ടിലും 10,000 ചോട്ടിൽ 2. അപ്പോൾ എത്ര കിട്ടി ആൻസർ? 21,122 എന്ന് കിട്ടി. ഇത്രയും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അല്ലേ? ദാറ്റ് ഈസ് ദ ആൻസർ. മനസ്സിലായില്ലേ? ഇപ്പോൾ സിമ്പിളായിട്ടല്ലേ? ഇപ്പോൾ വേഗം സിമ്പിളായിട്ട് മനസ്സിലായി. ടെൻസ് അത്ര സ്റ്റെപ്പുകൾ എഴുതുന്നില്ല. സ്റ്റെപ്പുകൾ എഴുതാതെ എത്രയും പെട്ടെന്ന് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം. നെക്സ്റ്റ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ്പാൻഡഡ് ഫോം. മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ്പാൻഡ്. ഒന്നുകൂടി സംഖ്യകളെ വിട്ട് എഴുതുകയാണ്. സംഖ്യകളെ ഒന്നുകൂടി വികസിപ്പിച്ച് എഴുതുകയാണ്. ഏതാണ് നോക്കാം? ഏതാണ്? 429 × 6 അല്ലേ? 429 × 6 എക്സ്പാൻഡ് ഫോമാണല്ലേ? ഏതാണ്? ഇവിടെ 9 എത്രയാണ്? 9 ones ആണല്ലേ? 2 10s ആണ് അല്ലേ? 400. 9 ones എന്ന് പറഞ്ഞാൽ 9 തന്നെയുള്ളൂ. 9 ones 9 × 1 എന്നല്ലേ അർത്ഥം? അപ്പോൾ 9 എന്നർത്ഥം. 2 10s എന്ന് പറഞ്ഞാലോ 2 10 അല്ലേ? 2 10s പറഞ്ഞാൽ 2 10. 2 10 എത്രയായിരിക്കും? 20 അല്ലേ? 400. 4 × 100 പറഞ്ഞാൽ 4 × 100 എത്രയാണ്? 400. 400 അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. 400 + 20 + 9 = 429 അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇതിനെ എല്ലാം എന്ത് ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ്?
400 ഇൻറ്റു 6 പ്ലസ് 20 ഇൻറ്റു 6 പ്ലസ് 9 ഇൻറ്റു 6 ഇതൊക്കെ തമ്മിൽ ഇത് മൂന്നും ഗുണിച്ചിട്ട് ഒക്കെ തമ്മിൽ ആഡ് ചെയ്യാൻ വേണം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് 400 ഇൻറ്റു 6 ഹൗ മെനി, ദെൻ 2400 പ്ലസ് 20 ഇൻറ്റു 6 120, 9 ഇൻറ്റു 6 54 അല്ലേ. അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോഴോ കൂട്ടണം അല്ലേ. കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു നോക്കൂ, കണ്ടില്ലേ 2400 120 54 സെക്കൻഡ് എത്രയാണ് കിട്ടിയേക്കുന്നത്? എത്രയാണ് 2574 അല്ലേ. കേട്ടോ, ഇത് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യാം. 9 ഇൻറ്റു 6 എത്രയാണ്? 54. 20 ഇൻറ്റു 6 120. 100 ഇൻറ്റു 6 2400. ഇവിടെ അതുപോലെ കണ്ടോ, 9 ഇൻറ്റു 6 അതാ 54. 120 ഇതാ എല്ലാം കൂടിയിട്ട് ഇപ്പോൾ കിട്ടുന്നതാണ് എന്ത് 2574. കണ്ടില്ലേ, ഇങ്ങനെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വേറെ ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കാം എന്താണ്. 2529 ഇൻറ്റു 5 അല്ലേ, മൾട്ടിപ്ലൈ 5 എത്ര കിട്ടുന്നത്? 5 കൊണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അത് ഇങ്ങനെ പ്ലേസ് വാല്യൂ കാണാൻ ഇങ്ങനെ എഴുതാട്ടെ. ഇതൊക്കെയാണ് എങ്ങനെയാണ് 9 1s ആണ്, 2 10s ആണ്, 500 ആണ്, 2000 ആണ് അല്ലേ. അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? 2 എത്രയാണ്? 1000 ആണ് അല്ലേ. 2000 പറഞ്ഞാൽ അതെ 2000 ഇൻറ്റു 5 അല്ലേ. പിന്നെ 500 അല്ലേ, 500 അല്ലേ. 500 ഇൻറ്റു 5 അല്ലേ. 2000 ഇൻറ്റു 5 500 ഇൻറ്റു 5 ദെൻ 210 പറഞ്ഞാൽ 20 അല്ലേ. 210 പറഞ്ഞാൽ 20 ഇൻറ്റു 5 പ്ലസ് 9 ഇൻറ്റു 5 അല്ലേ. നമ്മൾ കൂടുമ്പോൾ 2000 5 എത്ര? 10,000 അല്ലേ. 10,000 പ്ലസ് പിന്നെ 500 ഇൻറ്റു 5 എത്ര കിട്ടുക? 2500. പിന്നെ 20 ഇൻറ്റു 5 എത്ര കിട്ടുക? 100. 9 ഇൻറ്റു 5 എത്ര കിട്ടുക? 45 അല്ലേ. അതുകൂടി ആഡ് ചെയ്യാം. എന്താ ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 12,645. 10,000 2500 100 45 അല്ലേ. 2000 ഇൻറ്റു 5 10,000. 500 ഇൻറ്റു 5 2500. 20 ഇൻറ്റു 5 100. 9 ഇൻറ്റു 5 45. 10,000 2500 100 45 കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 12,645. അങ്ങനെ കിട്ടി. ഒരു അനദർ മെത്തേഡ് ഉണ്ട് ഇവിടെ. അനദർ മെത്തേഡ് കണ്ടോ താഴത്ത് എങ്ങനെയാണ്? ഇങ്ങനെയും എഴുതാം അല്ലേ. 9 അല്ലേ 45. 25 100. 500 2500. 2000 10,000. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴും ഏത് ആൻസർ കിട്ടും? ഒരേ ആൻസർ കിട്ടും അല്ലേ. അപ്പം അങ്ങനെ 2-3 സെക്ഷനിലായിട്ട് നമുക്കിത് കാണാനായിട്ട് പറ്റും അല്ലേ. അതാണ് എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. വളരെ വിശദമായിട്ട് എഴുതുകയാണ് അല്ലേ, വേർതിരിച്ച് എഴുതുക. അതാണ് എന്ത് എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണം. അപ്പം നോക്കൂ, ഈ ആൻസർ എത്ര വേഗം കിട്ടി നോക്കൂ. ഈ ആൻസർ സിമ്പിൾ മെത്തേഡിൽ നോക്കൂ, കണ്ടോ? 429 ഇൻറ്റു 6 എങ്ങനെയാണ്? അങ്ങനെ ഡിവൈഡ് ചെയ്യാതെ എത്ര വേഗം നോക്കൂ. എങ്ങനെയാണ്? 9 6 54 4 ബാലൻസ് 5 അല്ലേ. 2 6 12 12 5 17 ബാക്കി 1 6 4 24 1 25 കണ്ടോ.
2574 എത്ര പെട്ടെന്ന് കിട്ടി അല്ലേ? ഇത് നോക്കൂ, സിമ്പിൾ മെത്തേഡ്. അങ്ങനെ ഇങ്ങനെ കുടിക്കാൻ നിങ്ങൾ പെട്ടെന്ന് പഠിക്കണം കേട്ടോ മൾട്ടിപ്ലൈ ചെയ്യാൻ. എത്രയാണ്? 2529 ഇൻറ്റു 5 എങ്ങനെയാണ്? 9 5 45, ബാക്കി 4, പിന്നെ 2 5 10, 10 4 14, 14 4, ബാക്കി 1, 5 5 25, 25 3 26, 26-ന് 6, ബാക്കി 2, 2 5 10, 10 2 12. അപ്പോൾ എത്ര കിട്ടി? 12645. കണ്ടോ, 2 ആൻസർ എത്ര പെട്ടെന്ന് കിട്ടി അല്ലേ? ഇങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം സ്റ്റെപ്പ് വൈസിൽ നിങ്ങളെ മെല്ലെ 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 പ്രാപ്തരാക്കുന്നു. ഓക്കെ, അപ്പോൾ എളുപ്പമല്ലേ മൾട്ടിപ്ലിക്കേഷൻ? അതിൻ്റെ കറക്റ്റ് ആൻസർ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം തെറ്റിപ്പോവരുത്. ഇനി നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്യാനാണ്. എക്സാമ്പിൾ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ കാണിക്കുമ്പോഴാണ് നിങ്ങൾ തെറ്റോ ശരി നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാം. ഇങ്ങനെ ആൻസറിങ് അതിൻ്റെയൊക്കെ ആൻസർ ചെയ്ത് പിന്നെ ഇതിൻ്റെ ബ്ലാങ്ക്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അത് എക്സ്പാൻഡ് ഫോമും ഉണ്ട്, അതിനകത്ത് അല്ലാത്ത ഫോമും ഉണ്ട്. ഇത് ലാസ്റ്റ് വരുന്നത് ഓക്കെ. ഇത്രയും നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഈ ഹോംവർക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ടീച്ചർമാർ കറക്ഷൻ തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തെറ്റോ ശരിയോ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തെറ്റാതെ ചെയ്യുക. ഓക്കെ, അത് മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമല്ലേ, രസമല്ലേ? ടേബിൾ നമ്മൾ മറക്കാൻ മതി. പിന്നെ അതിൻ്റെ പൊസിഷൻ പ്ലേസ് വാല്യൂ എഴുതുമ്പോഴും അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത സംഖ്യ എഴുതുമ്പോഴും പ്ലസ് ആ ബാലൻസ് ആഡ് ചെയ്യുമ്പോഴും തെറ്റാൻ മതി. ഓക്കെ, ഇനിയും തുടരുകയാണ് ക്ലാസ്. തൽക്കാലം നമുക്കിവിടെ അടുത്ത ക്ലാസ്സിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, I hope all of you understand this lesson. Okay, understand this multiplication part. Okay, then now we shall wind up our class. Then see you next class. Study well in multiplication table. Okay, then addition table. Okay, bye.